ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിലുള്ളത് 5 വെജിറ്റബിൾ കറികളുടെ റെസിപ്പീസാണ്. അതായത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ 5 വെജിറ്റബിൾ കറികൾ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 5 കറികളുടെ റെസിപ്പീസാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ കറികളെന്ന് നമുക്ക് നോക്കാം. നമുക്കതിനൊരു മാരിനേഷൻ വേണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കോൺഫ്ലവറിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കൂവപ്പൊടിയാണ്. എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റിലോ അങ്ങനെ ഡിഫറൻസോ ഒന്നും വരില്ല. പിന്നെ നമുക്ക് അതിലേക്ക് ഈ പൊടികൾ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ വെള്ളം ആ പൊടികളിലേക്ക് ഒഴിച്ചിട്ടില്ല, വെറുതെ കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അടച്ചിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും 1 സവാളയും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, പച്ചമുളകും. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടിൻ്റെ വൈറ്റ് സെപ്പറേറ്റും ഗ്രീൻ സെപ്പറേറ്റും അരിഞ്ഞെടുക്കണം. വൈറ്റ് നമ്മൾ കറിയിൽ ചേർക്കും, ഗ്രീന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുക. അതേപോലെ 1 സവാള, വലിയൊരു സവാള ഡയസ് ചെയ്ത് വെക്കണം, ക്യാപ്സിക്കവും അതേപോലെ തന്നെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മതി, വെള്ളം തളിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ആ മസാലയെല്ലാം കോളിഫ്ലവറിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് കിട്ടും. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കോളിഫ്ലവർ ഒരു 3-4 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇവിടെ ഫുള്ള് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കോളിഫ്ലവർ. ഇനി ആ സെയിം എണ്ണ തന്നെയാണ് വേറൊരു വലിയ പാനിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയായി അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് ഡയസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള ഡയസ് ചെയ്ത് വെച്ചതും ക്യാപ്സിക്കവും പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഇത്. അതിനുശേഷം നമുക്കതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചില്ലി സോസാണ്. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹോട്ട് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയനൊക്കെ ഒരു നല്ല കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളത് റെസ്റ്റോറൻറ്റിലെല്ലാം കളറാണ് ആഡ് ചെയ്യുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ളൊരു കളർ നമുക്ക് കിട്ടും കറിക്ക്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, കാരണം അവർ ഫുഡ് കളറല്ല ആഡ് ചെയ്യണത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കോൺഫ്ലവർ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കൂവപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കൂവപ്പൊടി 1/4 കപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നല്ല തിക്കായിട്ട് കിട്ടും നമ്മുടെ കറി. പിന്നെ
ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ട് അതിന്. വേറെ ഒരു കോൺഫ്ലവർ അല്ല എന്ന് നമ്മൾ അറിയുമൊന്നുമില്ല. നല്ല ടേസ്റ്റ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ ഫ്രൈഡ് കോളിഫ്ലവർ. കറി ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചേർക്കാറുള്ളൂ. ഇല്ലെങ്കിൽ അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സോഗി ആയിപ്പോവും. അപ്പോൾ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കറി സെർവ് ചെയ്യാറാവുന്ന സമയത്ത് നമുക്ക് കോളിഫ്ലവറും കൂടെ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്തിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി. ഒരു 2 സവാളയും 2 തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 4-5 വെളുത്തുള്ളി, ഒരു 5-6 വറ്റൽമുളക്, ഇത്രയും നമ്മൾ എടുത്തു വയ്ക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ജീരകം പൊട്ടിക്കുക. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ആ ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അതായത് ഒരു മുളക് പൊടിയും പിരിയമുളകും ചേർക്കുന്നില്ല, എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നില്ല. ഈ വറ്റൽമുളകും പിന്നെ അവസാനം ചേർക്കുന്ന കുരുമുളക് പൊടിയുടെയും എരിവാണ് ഈ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി വേണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും ഒന്ന് വാടി കിട്ടണം നമുക്ക്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടും നമുക്ക്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടി വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൽ സാധാരണ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി അങ്ങനെ ചേർക്കണം എന്നില്ല. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയും നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇത്രയും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ കറിയിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂണാണ് പറഞ്ഞത് കേട്ടോ. കാരണം വേറെ എരിവൊന്നുമില്ലല്ലോ. അപ്പോൾ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇനി ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റിലൊരു കറിയാണിത്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമുക്കൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് എണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു കളറൊന്ന് മാറി കിട്ടണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. വറുത്ത് പോലും ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. എണ്ണ കടന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. ഇത് നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇങ്ങനെ അടി പിടിക്കില്ല. അതിനുശേഷം നമുക്കൊരു 3 സവാളയുണ്ടത്. മീഡിയം സൈസ് സവാള 3 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ സെയിം പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ തക്കാളിയും വെള്ളമൊക്കെ വരുമ്പോൾ അടി പിടിച്ചത് നന്നായിട്ട് ഇളകി പോന്നോളും. എന്നിട്ട് അതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട്, അതായത് സവാളയിൽ ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും സവാള നമുക്ക്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ രണ്ടും ഓരോ ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം.
നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, അതേപോലെ തന്നെ 1-1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. പിന്നെ അത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടും. അതായത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മൂപ്പിച്ചെടുക്കുക നമുക്ക്. എന്നിട്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് മസാലയിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം, ഒരു 1/4 കപ്പ് മതി, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കണം ആ വെള്ളം. അതിന് ശേഷം നമുക്ക് നമ്മൾ ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അതായത് നമുക്ക് ഇതൊരു ഗ്രേവി ടൈപ്പ് കറിയല്ല, കുറച്ചൊന്ന് തിക്കായിട്ടുള്ള കറിയാണ്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് വേവാനുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്തോളൂ. പക്ഷേ ഇത് ശരിക്കും ഒന്നും ഗ്രേവി ടൈപ്പല്ല. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത ശേഷം നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല, സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം കിടന്നിട്ട് ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഗ്രീൻ പീസ് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കില്ല അത് വേവാനൊന്നും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് പൊട്ടറ്റോ മസാല അല്ലെങ്കിൽ പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഇപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. സദ്യയിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കറി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 200 to 250 ഗ്രാം പനീർ ഉണ്ടാവും. അത് ചെറിയ ക്യൂബ്സായി മുറിച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. അത് കുറച്ച് നേരം ഒരു 10 to 15 മിനിറ്റ്സ് അതൊന്ന് മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാ പീസസിൻ്റെ മുകളിലും തൈരിൻ്റെ ആ ഒരു ഇതാവണം. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം, ഗീ റോസ്റ്റിൻ്റെ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഈ നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു 4-5 കാശ്മീരി ചില്ലിയും ഒരു 2-3 നമ്മുടെ വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയാണ്. മല്ലി ആദ്യം നന്നായിട്ടൊന്ന് വറക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ
പെരിഞ്ജീരകം, ഇത്രയാണ് വേണ്ടത്. മല്ലി ആദ്യം ഒന്ന് നന്നായിട്ട് വറക്കണം. അതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് എല്ലാം. മല്ലിയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കാരണം ബാക്കിയുള്ളതിൻ്റെ വറവല്ല മല്ലിക്ക് ഉണ്ടാവുക. അപ്പോൾ മല്ലി ആദ്യം നമ്മൾ കുറച്ചൊന്ന് വറുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു സവാള, വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ മിക്സ്, വറുത്തെടുത്ത മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്. പിന്നെ ഒരു 1/4 കപ്പ് വേണമെന്നില്ല, അതിലും കുറച്ചും കൂടെ കുറവ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ വെള്ളം നമ്മൾ ഫുള്ള് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷെ എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാല നന്നായിട്ടൊന്ന് ഇളക്കി ഇനി വെള്ളം വറ്റിയിട്ട് നമ്മൾ ഒഴിച്ച നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യ് തെളിഞ്ഞ് വരുന്നവരെ വെക്കണം. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ക്യൂബ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തൈര് ഒന്ന് ലൂസാവുമ്പോഴും കുറച്ച് കൺസിസ്റ്റൻസി ഒന്നും കൂടെ ലൂസാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ. അതായത് ഈ വെള്ളം ഫുള്ള് വറ്റിയിട്ട് ഒരു ഡ്രൈ റോസ്റ്റ് പോലെ ആക്കിയിട്ട് കിട്ടണം. അപ്പോൾ കണ്ടോ, ഇൻഗ്രീഡിയൻസ് കുറച്ച് വലിയ ലിസ്റ്റാണെങ്കിലും അത്ര എന്താ പറയുക, ഒരുപാട് വലിയ പ്രോസസ്സൊന്നുമല്ല. നമ്മുടെ പനീർ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് റോസ്റ്റ് ആയ പോലെ കിട്ടണം നമുക്ക്. ഈ വെള്ളം ഫുള്ള് വറ്റിയിട്ട് നന്നായിട്ടൊരു റോസ്റ്റ് പോലെ കിട്ടണം. കോളിഫ്ലവറിൻ്റെ കറി കുക്കറിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ജീരകം ആണ് വറവിടുന്നത്, നോർത്ത് ഇന്ത്യൻ കറിയല്ലേ. പിന്നെ അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഏകദേശം 1 ടേബിൾ സ്പൂൺ കാണും, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 തക്കാളി മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അടിച്ച് ചേർക്കണമെന്നില്ല, ജസ്റ്റ് നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലാവുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയില എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറി റെഡിയായി.